സുഹൃത്തുക്കളെ അങ്ങനെ എല്ലാ വർക്കുകളും കഴിഞ്ഞു. ഇപ്പോൾ അരീത്തോട് അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് സർവീസ് കൊണ്ട് ഒരു വ്യൂ ആണ്. അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നിങ്ങൾ തലപ്പാറ അണ്ടർപാസിൽ ഈ വയലത്തെ ടാറിംഗ് വർക്കുകളും കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. തലപ്പാറയുടെ മുകളിൽ നിന്നും അതുപോലെ ചേളാരി അണ്ടർപാസിന് മുകളിൽ താഴേക്കുള്ള ഒരു വീഡിയോ കണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ VK പടിയിൽ നിന്ന് തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത മലപ്പുറം ജില്ലയിലെ VK പടി അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ചയാണ്. എല്ലാ വർക്കുകളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അതുപോലെ അണ്ടർപാസിൻ്റെ താഴെ ചുമരിൻ്റെ ബ്ലൂ കളർ പെയിൻറ്റും ഗർഡുള്ള ഗ്രേ കളർ പെയിൻറ്റിൻ്റെ വർക്കുകളും എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ നമ്മൾ വീഡിയോ ഇനി തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് അരീത്തോട്, വലിയറമ്പ്, തലപ്പാറ, വെളിമുക്ക്, പാലക്കൽ, പടിക്കൽ, ചേളാരി വരെയുള്ളൊരു വീഡിയോ ആണ്. അങ്ങനെ നമ്മൾ ഈ VK പടി അണ്ടർപാസ് കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം ഇവിടെ നിന്ന് അങ്ങോട്ട് അരീത്തോട് അങ്ങാടിയാണ്. അരീത്തോട് നല്ല ഉയരത്തിൽ വന്നൊരു ഏരിയയാണ്. തുടക്കത്തിൽ തന്നെ ടാറിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തൊരു പ്രദേശം കൂടി. അങ്ങാടിക്ക് നേരെ വലതുഭാഗത്തു കൂടിയാണ് റോഡ് കടന്നു പോകുന്നത്. നല്ല ഹൈറ്റിൽ പറഞ്ഞാൽ ഏകദേശം ഒരു 10-60ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഈ അങ്ങാടിയിൽ തന്നെ റോഡ് ഉയർന്നു വന്നിട്ടുള്ളത്. ഞാൻ താഴ്ഭാഗം ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നിന്ന് അങ്ങോട്ട് അരീത്തോട് ആദ്യം വാഹനങ്ങൾ കടന്നു പോയിരുന്ന ആ റോഡാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇവിടെ സർവീസ് റോഡ് കാണാം, പഴയ റോഡും നമുക്ക് കാണാം. അവിടെ തലവട്ടി ബസ് സ്റ്റോപ്പ് ആ ഭാഗം വരെയുള്ള ആ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടില്ലേ. അപ്പോൾ നേരെ ഇവിടുന്ന് റൈറ്റ് സൈഡിലാണ് പുതിയ റോഡ് കടന്നു വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാ പണികളും പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇരുവശത്തെ ക്രാഷ് ബാരിയർ, അതുപോലെ തന്നെ സെൻറ്ററത്തെ ഡിവൈഡറുകൾ, അതുപോലെ വാഹനങ്ങൾ കടന്നു പോകാനുള്ള ലൈൻ ഇട്ട് പോയിട്ടുണ്ട്. അതുപോലെ ആളുകൾക്ക് നടന്നു പോകാനുള്ള ട്രാക്ക് വർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. CCTV, ക്യാമറ, സൈൻ ബോർഡ്, നെയിൻ ബോർഡ്, അങ്ങനെ എല്ലാ പണികളും ഇവിടുന്ന് അങ്ങോട്ട് തലപ്പാറ ആ ഏരിയയിൽ ഏകദേശം ആയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് അങ്ങാടി കഴിഞ്ഞാൽ, അരീത്തോട് അങ്ങാടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉയരത്തിലുള്ള ഭാഗത്തു കൂടിയാണ് റോഡ് കടന്നു വന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ സർവീസ് റോഡിനും എൻട്രി ഭാഗങ്ങളൊക്കെ യെല്ലോ കളറും ബ്ലാക്ക് കളറും ഒക്കെ ക്രാഷ് ബാരിയർ പെയിൻ്റ് അടിച്ച് കാണാൻ വേണ്ടി നിങ്ങൾ സർവീസ് റോഡിൽ നിന്ന് വാഹനങ്ങൾ കയറാനുള്ള ഒരു ഏരിയ ഈ ഭാഗം കണ്ടില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ അതിൻ്റെ പണികൾ കഴിഞ്ഞു. അതുപോലെ ട്രാക്ക് ലൈനിട്ട് പോയിട്ടുണ്ട്. ഇവിടെ സെൻറ്ററത്തെ ഡിവൈഡറുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻ്റ് വർക്ക് മാത്രമാണ് ഈ ഏരിയയിൽ ചെയ്യാനുള്ളത്. അതുപോലെ സൈഡിൽ ആ ചുമരിനുള്ള ആ ഭാഗം ഇതിൻ്റെ പണികൾ നടക്കാനുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഉയരത്തിലാട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഈ ഒരു ഏരിയ പറഞ്ഞാൽ അരീത്തോട് മുതൽ പാടം നമ്മുടെ തലപ്പാറ വയലിൽ വരെ ഒരേ ഹൈറ്റിലാണ് റോഡ് വന്നത്. ചെറിയ വളവൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഹൈറ്റിൽ ലെവലാക്കി വന്നിട്ടുണ്ട്, ഏറ്റക്കുറച്ചിലില്ലാതെ നല്ല ഹൈറ്റിലൂടെ. അപ്പോൾ തന്നെ നമുക്ക് പുറം ഭാഗത്തേക്ക്, ഇതിൻ്റെ പുറത്തേക്ക് വീഡിയോ എടുക്കുമ്പോൾ ആ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം മാത്രമാണ്, ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുകൾ ഭാഗം മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്രക്കും രീതിയിലുള്ളൊരു ഉയരത്തിലാണ് ഇവിടുന്ന് റോഡ് കടന്നു വന്നുള്ളത്. അങ്ങനെ നമ്മൾ അണ്ടർപാസ് എത്തി. വലിയറമ്പ് അണ്ടർപാസിൻ്റെ താഴ്ഭാഗം ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അത് കണ്ട് നമുക്ക് തലപ്പാറയിലേക്ക് പോകാം. അപ്പോൾ അണ്ടർപാസിൻ്റെ താഴത്ത് നോക്കി ഇവിടെയൊക്കെ മുന്നേ കാണിച്ചതാണ്, ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ബ്ലൂ കളർ പെയിൻറ്റും ഗർഡനുള്ള ഗ്രേ കളർ പെയിൻറ്റും, അതുപോലെ തന്നെ മൊത്തത്തിൻ്റെ റൗണ്ടിലൊന്ന് ഉള്ളിൽ കയറി ആ സൈഡും സർവീസിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു. ഇവിടെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് തന്നെ കയറാം. ഇവിടെ ഇരുവശവും ഡ്രെയിനേജിൻ്റെ വർക്കുകളും സർവീസിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് വലിയറമ്പ് അണ്ടർപാസിൻ്റെ ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നീട് റോഡ് ഉയരത്തിൽ നിന്ന് താഴ്ചയിലേക്ക് ഇങ്ങനെ വയലിലേക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ്. വയലിൽ തോടിന് കുറുകെ വരുന്ന ഒരു പാലവും പിന്നെ തലപ്പാറ അണ്ടർപാസും. അങ്ങനെ തോടിന് കുറുകെ വരുന്ന പാലത്തിൻ്റെ വർക്കുകളായിരുന്നു ഇത് രണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തു വാഹനങ്ങളൊക്കെ ഇപ്പോൾ അതുവഴിയാണ് കടന്നു പോകുന്നത്. അങ്ങനെ നമ്മൾ ഏകദേശം തലപ്പാറ പാടത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തലപ്പാറ പാടത്ത് ഇപ്പോൾ ഇവിടെ റൈറ്റ് സൈഡ് ഭാഗത്തുള്ള ക്രാഷ് വെയറിൻ്റെ വർക്കുകളാണ്, അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പിച്ചാണ് സർവീസ് റോഡ്, പാലത്തിൻ്റെ വർക്ക്. ആ പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞ് വാഹനങ്ങളൊക്കെ ഇപ്പോൾ അതുവഴിയാണ് കടന്നു പോകുന്നത്. ആദ്യം ഉണ്ടായിരുന്ന റൂട്ടിലൂടെ ആയിരുന്നതിന് കുറച്ച് മുമ്പ് സർവീസ് റോഡായി താൽക്കാലികങ്ങൾ വാഹനങ്ങൾ ഓടുന്ന ആ ഏരിയയിൽ, ആ പൊന്തക്കാട് പിടിച്ച ആ ഏരിയയിൽ കൂടിയായിരുന്നു. ഇപ്പോൾ പാലത്തിൻ്റെ പണി കഴിഞ്ഞു. ഈ സർവീസ് റോഡ് ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകും. അങ്ങനെ തലപ്പാറ പാടത്തെ പാലത്തിൻ്റെയും അണ്ടർപാസിൻ്റെയും വർക്കുകൾ പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇതുവഴി പാലക്കൽ, വെളിമുക്ക്, പാലക്കൽ ഭാഗത്തേക്ക് അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ പറഞ്ഞാൽ ഇവിടെ ഒരു ക്രെയിനൊക്കെ ഉണ്ട്. അവിടെ എന്താ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ ആ സൈഡ് വാളിൻ്റെ ഷീറ്റ് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വെക്കാൻ, ഡിവൈഡറിൻ്റെ സൈഡ് വാളിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഷീറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഒരു ക്രെയിന്, ജംബോ ക്രെയിനിന് അവിടെ നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവ കുറഞ്ഞൊരു ഭാഗം കൂടി ക്രാഷ് വേൻ്റെ വർക്ക് നടക്കാനുണ്ട്. ഇത് ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞു കേട്ടോ. കാരണം ഇതിൻ്റെ വർക്കുകളൊക്കെ വളരെ പെട്ടെന്നാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സർവീസ് റോഡ് കാണാം. സർവീസ് റോഡിൻ്റെ ആ പാലത്തിൻ്റെ മുകളിലെ ടാറിംഗ് വർക്ക് കഴിഞ്ഞു. അതുപോലെ തന്നെ സൈഡ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞു. ഡ്രെയിനേജിൻ്റെ വർക്കുകൾ, ആദ്യത്തെ പാലം നോക്കിങ്ങൾ, ആദ്യം വാഹനങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന റോഡാണ് ഇപ്പോൾ, ആ പാലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അത് ചെറിയൊരു പാലല്ലേ, അതൊരു സർവീസ് കൊണ്ട് അത്ര വീതിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുള്ളേ.
അപ്പോൾ വർക്കുകളും പുതിയ റോഡുകളും വന്നതിന് ശേഷം അതിവിശാലമായ 6 വരിപ്പാത അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഉദ്ദേശിച്ച സ്ഥലങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട് എത്താൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാം കഴിഞ്ഞ് വാഹനങ്ങൾ ചീറിപ്പായുന്നൊരു കാഴ്ചയാണ് നമ്മൾ തലപ്പാറ കാണാൻ പറ്റുന്നത്. തലപ്പാറ അണ്ടർപാസ് നമ്മുടെ ചമ്മാട് കളിയാട്ടമുക്ക് റോഡിന് പോകുന്നിടത്താണ് തലപ്പാറ അണ്ടർപാസ്. അങ്ങനെ തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ആ ഒരു താഴേക്കുള്ള വ്യൂ നമുക്ക് കാണാം. അപ്പോൾ VK പടി അണ്ടർപാസിൻ്റെ അവിടുന്ന് ഈ ഒരു ഒരേ ഹൈറ്റിൽ തലപ്പാറ വരെ ടച്ചായിട്ടോ. ഇനി നമുക്ക് താഴേക്ക് വീടെടുക്കാം. നോക്കി, അടിപൊളി നല്ല മനോഹരമായ റോഡൊക്കെ സെൻട്രൽ ഭാഗത്ത് പച്ചപ്പുള്ള പുല്ലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അടിഭാഗം. അങ്ങോട്ടോക്കി ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പോകാം. അണ്ടർപാസിൻ്റെ അടിയോക്കി, അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്ക്, സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകൾ, അതുപോലെ സൈഡ് വാൾ ബ്ലോക്ക് നല്ല ഹൈറ്റിൽ കാണാം. ഇനി നമ്മൾ അണ്ടർപാസിൻ്റെ ഉൾഭാഗം നോക്കി, ഇവിടെയൊക്കെ കുറച്ച് മുമ്പ് പെയിൻറ്റും വർക്ക് കഴിഞ്ഞാണ്. ഗർഡറിലും അതുപോലെ തന്നെ സൈഡ് ചുമരിൻ്റെ ഒക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മൾ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും ഇനി ഇവിടെ നിന്ന് വെളിമുക്ക്, പാലക്കൽ, പടിക്കൽ, അപ്പോൾ ഇവിടെയൊക്കെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ടാറിംഗ് വർക്കുകളും നമ്മൾ തുടക്കത്തിൽ വല്യർ ഭാഗത്ത് കണ്ടത് അങ്ങനെ അതുപോലുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത്. സെൻട്രലിലെ ഡിവൈഡറിൻ്റെ പെയിൻറ്റും വർക്കും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ വല്യർമ്പ ഭാഗത്ത് നിന്ന് അവിടെ സെൻട്രലിലെ ഡിവൈഡറിൻ്റെ പെയിൻറ്റും വർക്ക് ആയിട്ടില്ലായിരുന്നു. ഇവിടെ സെൻട്രലിലെ ഡിവൈഡറിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പെയിൻറ്റ്, ഇരുവശത്തെ ക്രാഷ് ബാരിൻ്റെ വർക്ക്, അതുപോലെ സ്ട്രീറ്റ് ലൈറ്റ്, അങ്ങനെ എല്ലാ വർക്കുകളും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വെളിമുക്കിലെത്തി. വെളിമുക്ക് നമുക്കറിയാം, വെളിമുക്കിൽ ഇവിടെ ഒരു പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായൊരു ഏരിയയും കൂടിയാണ്. ഒരു അണ്ടർപാസ് അനുവദിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ വളരെയധികം ശക്തമായ പ്രതിഷേധം നടന്നൊരു ഏരിയയും കൂടിയാണ് നമ്മളെ വെളിമുക്ക്. അങ്ങാടികൾ താഴ്ന്നു നിൽക്കുന്ന ഭാഗത്തൊക്കെ ചിലയിടത്ത് അഡീഷണൽ അണ്ടർപാസ് കൊടുത്ത് നമ്മൾ കണ്ടു. ഇപ്പോൾ പാലക്കൽ കഴിഞ്ഞാൽ ഒരു അണ്ടർപാസ് ചെറുതുണ്ട്, അതുപോലെ കരിമ്പിൽ ഭാഗത്തൊക്കെ ഒരു അണ്ടർപാസ് ഉണ്ട് താഴ്ന്ന ഭാഗത്ത്. ഇരുവശവും ഉയർന്നു നിൽക്കുന്ന അങ്ങാടിയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗം വരുമ്പോൾ താഴ്ന്ന് കിടക്കുന്നതുകൊണ്ട് അതിന് അണ്ടർപാസ് കൊടുത്ത് അത് ഉയർത്തി ഒരേ ലെവലിൽ കൊണ്ടുപോകാൻ പറ്റുമല്ലോ KNRCലിന്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു അണ്ടർപാസിന്. ഇവിടെ ഇപ്പോൾ തലപ്പാറയിലൊരു അണ്ടർപാസ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു ഓവർപാസ് ഉണ്ട് വിളിക്കുന്നത്. തൊട്ടടുത്ത് തന്നെ ഏകദേശം 1 കിലോമീറ്റർ വ്യത്യാസത്തിലുള്ളൂ. അതുകൊണ്ടൊക്കെ ആയിരിക്കാം വെളിമുക്കിൽ അങ്ങനെ ഒരു ഇത് കൊടുക്കാഞ്ഞത്. അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ എക്സിറ്റ് എൻട്രി, അതായത് അങ്ങോട്ട് കൊണ്ട് പാസ് ചെയ്യാനുള്ള സർവീസ് റോഡ് മെയിൻ റോഡിൽ കയറാനുള്ള വൈകിട്ട സ്ഥലമാണ്. നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അവിടെയും ഇതുപോലെ സർവീസ് റോഡിൽ മെയിൻ റോഡിൽ കയറാനുള്ള വൈകിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വെളിമുക്ക് ഓവർപാസിൻ്റെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ അവിടുത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. വാഹനങ്ങളൊക്കെ ഇപ്പോൾ ഇതുവഴിയാണ് കടന്നു പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഈ ഒരു റീച്ചിൽ VK പടി മുതൽ ചേളാരി വരെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ മെയിൻ റോഡിലാണ് കടന്നു പോകുന്നത്. ഇവിടെ സർവീസ് റോഡിനുള്ള ഡ്രെയിനേജ് വർക്കുകൾ, അങ്ങനെയുള്ള അല്ലറ ചില്ലറ വർക്കുകൾ മാത്രമാണുള്ളത്. അങ്ങനെ വെളിമുക്ക് ഓവർപാസ് ഇവിടെയൊക്കെ സൈഡ് ചുമരിൻ്റെ വർക്കുകളും അതുപോലെ അതിൻ്റെ മുകളിൽ കൈവരിക്കൊപ്പിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകളും അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ പാലത്തിനോട് ടച്ചായി കഴിഞ്ഞിട്ടുണ്ട്. അടിഭാഗത്തെ പെയിൻറ്റ് വർക്കുകളും അതിൽ മുകളിൽ ആ സൈഡിനുള്ള പെയിൻറ്റും വർക്കുകളും യെല്ലോ കളറും ബ്ലാക്ക് കളറും അതിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് സെൻട്രൽ ഡിവൈഡറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ലൈൻ ഇട്ട് പോയിട്ടുണ്ട്, 3 ലൈൻ അതിൻ്റെ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇരുവശത്തെ ചുമരിൻ്റെ വർക്കുകളും എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കുറച്ച് മുന്നേ നമ്മൾ കാണിച്ചതാണ്. അങ്ങനെ നമ്മൾ വെളിമുക്ക് കഴിഞ്ഞ് ഇനി അടുത്തതാണ് നമ്മൾ ഈ വെളിമുക്ക് കഴിഞ്ഞ് പാലക്കലിൻ്റെയും പടിക്കലിൻ്റെയും സെൻട്രൽ ഭാഗത്താണ് ഒരു ചെറിയ അണ്ടർപാസ്. ആ അണ്ടർപാസിൻ്റെ വർക്കുകളിന് അവസാന ഘട്ടം ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിൻ്റെ പണികളും പൂർത്തീകരിച്ച് വാഹനങ്ങളൊക്കെ അതുവഴി തന്നെയാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തൂടെ കടന്നു പോകുന്നത്. ഏതായാലും ആ ചെറിയ അണ്ടർപാസ് എത്രത്തോളം അതിൻ്റെ വലിപ്പം എന്നുള്ളത് ഞാൻ ഇതിൻ്റെ തായ് ഭാഗത്ത് പോയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ നമ്മൾ പറഞ്ഞ അണ്ടർപാസ് എത്താറായി. ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് കാണാം വാഹനങ്ങൾ ട്രാക്കിലൂടെ എത്ര ഓടേണ്ടത് എന്നുള്ള ബോർഡ്, ആ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് ഞാൻ ഈ ഏരിയയിൽ നിന്ന് എടുത്ത് കാണിച്ചു തരാം. ഇതാണ് ആ ബോർഡ് ഉണ്ടെങ്കിൽ ഓരോ ട്രാക്കിനനുസരിച്ച് എത്ര സ്പീഡ് വാഹനങ്ങൾ ഓടുന്നതുള്ള ആ ഒരു ഇതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പാലക്കൽ. അപ്പോൾ നമ്മൾ ഈ ഈ ചെറിയ അണ്ടർപാസിൻ്റെ അടിഭാഗം ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാട്ടോ തായ് ഭാഗം നോക്കി നിങ്ങൾ, ഏകദേശം ഒരു 4-5 മീറ്ററുള്ള ചെറിയൊരു അണ്ടർപാസ്. അപ്പോൾ അത് കണ്ടു. ഇനി നമ്മൾ മുകളിലേക്ക് തന്നെ കയറുകയാണ്. നമ്മൾ പറഞ്ഞ പാലക്കൽ ഈ അണ്ടർപാസും കഴിഞ്ഞാൽ പടിക്കലാണ് അണ്ടർപാസ്. പടിക്കൽ വലിയ അണ്ടർപാസ് കേട്ടോ, നല്ല ഹൈറ്റിലാണ് അവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ച് അതിൻ്റെ ആ കോൺക്രീറ്റ് വർക്കുകളും ഗർഡർ വെക്കുന്നതൊക്കെ നമ്മൾ മുന്നേ കാണിച്ചതിൻ്റെ ഒക്കെ ഈ കാണുന്ന റീച്ചിൽ എല്ലാ ഒരുവിധ അണ്ടർപാസിൻ്റെ വർക്കുകൾ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ഞാൻ നമ്മൾ കാണിച്ചിരുന്നു. രാത്രിയിൽ പോലും ഗർഡർ ലോഞ്ചിങ് അന്ന് ഓർക്കുന്നുണ്ടാവും നിങ്ങൾ. ഈ VK പടി ഈ പടിക്കൽ ഭാഗത്തുള്ളൊക്കെ അണ്ടർപാസ് രാത്രിയിലൊക്കെ ആയിരുന്നു ഗർഡറിൽ വെച്ചിരുന്നത്. അന്ന് അതൊക്കെ നമ്മൾ കാണിച്ചിരുന്നു. അങ്ങനെ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴുന്ന ലെഫ്റ്റ് ഭാഗത്തേക്ക് വേണ്ടി സ്പീഡ് ബോർഡ് കാണാം, കണ്ടില്ല? സ്പീഡ് ബോർഡ് ഈ നേരെ
ഓപ്പോസിറ്റിൽ. അപ്പോൾ നേരത്തെ മുന്നേ ആ ഏരിയയിൽ കണ്ടു, നേരെ ഈ ഭാഗത്തും അതിൻ്റെ പണികൾ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ VK പടി കഴിഞ്ഞു, അരീത്തോട് കാണിച്ചു, വല്യർമ അണ്ടർപാസ് കാണിച്ചു, തലപ്പാറ പാടത്ത് വയൽ പ്രദേശം കാണിച്ചു, പിന്നെ അണ്ടർപാസ്, വെളിമുക്ക് ഓവർപാസ്, അത് കഴിഞ്ഞ് പാലക്കൽ ചെറിയ അണ്ടർപാസ്. ഇനി പടിക്കൽ അണ്ടർപാസ്സാണ്. പടിക്കൽ അണ്ടർപാസിൻ്റെ മുകൾ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ താഴ് ഭാഗത്തുനിന്നും കാണിച്ചു തരാം. ഇനി കാര്യമായിട്ട് എവിടെയും ഈ റീച്ചിൽ വർക്കുകളില്ല, ടാറിങ് വർക്കുകളോ അല്ലെങ്കിൽ സൈഡ് ചുമരിൻ്റെ വർക്കുകളോ ബ്ലോക്കിൻ്റെ വർക്കുകളോ അങ്ങനെയല്ല, ഫൈനൽ ടാറിങ് വർക്കുകളും എല്ലാം ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിതുവരെ കാണിച്ച ഏരിയയിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാര്യമായിട്ട് ഇനി കാണിക്കാനുള്ളത് സർവീസ് റോഡ് മെയിൻ റോഡിൽ കയറാനുള്ള വഴിയാണ്. അപ്പോൾ ഇരുവശത്തും ഈ ഇങ്ങനെ ഒരു ബ്ലൂ കളറും യെല്ലോ കളറും ബ്ലാക്ക് കളറും ബാരിയറിന് അടിച്ചിട്ടുണ്ടാകും ആ ഭാഗത്തെത്തുമ്പോൾ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ ഇവിടെ ഇടത് ഭാഗത്ത് കണ്ടു, നേരെ ഓപ്പോസിറ്റിലേക്ക് കാണാം. ആ ഒരു ഏരിയയിലാണെങ്കിൽ സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്ക് കയറാനുള്ള എൻട്രി. അപ്പോൾ ഇതുപോലുള്ള വർക്കുകൾ മാത്രമാണ് ഈ ഒരു ഭാഗത്തുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഇനി സർവീസ് റോഡിൻ്റെ ഡ്രെയിനേജ് വർക്കുകൾ പലയിടത്തും കുറഞ്ഞ ഏരിയയിൽ ഇനിയും നടക്കാനുണ്ട്. സർവീസ് റോഡിൻ്റെ ഫൈനൽ ടാറിങ് വർക്ക് നടക്കാനുണ്ട്. അതുകൂടെ കംപ്ലീറ്റ് ആവുന്നതോടെ ഈ ഒരു ഭാഗത്ത്, അതായത് ചേളാരി ടു VK പടി വരെയുള്ള എല്ലാ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞു. വാഹനങ്ങൾ സുഖകരമായി അങ്ങോട്ടും പാസ് ചെയ്യുന്ന വീഡിയോകളൊക്കെയാണ് ഇനി നമുക്ക് കാണിക്കാനുള്ളത്. അങ്ങനെ നമ്മൾ ഏകദേശം പടിക്കൽ അണ്ടർപാസിൻ്റെ ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പടിക്കൽ അണ്ടർപാസ് ഇവിടുന്ന് ഒരു 100-300 മീറ്റർ നല്ല നീളത്തിൽ തന്നെ ഇവിടുന്ന് തന്നെ ഹൈറ്റിൽ കൊണ്ടുപോയ ഒരു ഏരിയ കേട്ടോ. അതുപോലെ പടിക്കൽ അണ്ടർപാസ് കഴിഞ്ഞ് അവിടുന്ന് അങ്ങോട്ട് ചേളാരി ആ ഒരു ഏരിയ ഉയർന്നു നിൽക്കുന്ന ഒരു ഭാഗമായിരുന്നു. ഈ അണ്ടർപാസിലൂടെ ഉയർത്തി വരാൻ നല്ല ഹൈറ്റിൽ, ഏകദേശം ഒരു 10-20ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ഇവിടുന്ന് അണ്ടർപാസിൻ്റെ ആ ഒരു ഭാഗത്ത് ലെഫ്റ്റ് ഭാഗത്തു നിന്ന് ഉയർത്തി വന്നിട്ടുള്ളത്. അവിടെ സർവീസ് റോഡിൻ്റെ തായ് ഭാഗം അതുപോലെ തന്നെ കോൺക്രീറ്റ് വാളിൽ കെട്ടി ഉയർത്തിയതിന് ശേഷം സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ച് പിന്നെ ബ്ലോക്ക് ഉയർത്തി ഏകദേശം പറഞ്ഞതുപോലെ ഏകദേശം ഒരു 70-75 ബ്ലോക്കിന് ഹൈറ്റിൽ വന്നൊരു ഭാഗമാണ് പടിക്കൽ അണ്ടർപാസിൻ്റെ ഈ ഒരു ഏരിയ. അങ്ങനെ നമ്മൾ പടിക്കൽ അണ്ടർപാസിൻ്റെ ഇവിടെ എത്തിയിട്ടോ. പടിക്കൽ അണ്ടർപാസിൻ്റെ തായ് ഭാഗം ഞാൻ നിങ്ങളെ കാണിക്കാം. എന്നിട്ട് നമുക്ക് ചേളാരി അണ്ടർപാസിൻ്റെ ആ ഒരു ഏരിയയുടെ വീഡിയോ കൂടിയാണ് നിങ്ങളെ കാണിക്കാനുള്ളത്. VK പടി അണ്ടർപാസിൻ്റെ തായ് ഭാഗം ഇവിടെയൊക്കെ സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്ക്, ഡ്രെയിനേജിൻ്റെ വർക്ക്, ചെറിയ കോൺക്രീറ്റ് വർക്ക്, അണ്ടർപാസിൻ്റെ അടിഭാഗത്ത് ചുമരിൻ്റെ ബ്ലൂ കളർ, ഗർഡറിനുള്ള ഗ്രേ കളർ. അപ്പോൾ പെയിൻറ്റും പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ മുകളിൽ കയറി കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഹൈറ്റിൽ കണ്ടില്ല, ഇരുവശം നോക്കി റോഡിൻ്റെ ഇരുവശം മരങ്ങളുടെ ലാസ്റ്റ് മുകൾ ഭാഗം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. അത്ര ഹൈറ്റിലാണ് റോഡ് പോകുന്നത്. CCTV ക്യാമറയുടെ വർക്കുകൾ, സ്ട്രീറ്റ് ലൈറ്റ് വർക്കുകൾ, അതുപോലെ ലൈനിട്ട് പോയിട്ടുണ്ട്. വാഹനങ്ങൾ അങ്ങോട്ടോട്ട് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേളാരി അങ്ങാടിയുടെ ആ ഒരു വ്യൂ ഇവിടുന്ന് അങ്ങോട്ട് മനോഹരമായ ഇതിനെ കാണാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ച് മരങ്ങളും പച്ചപ്പുള്ള മരങ്ങളും പുറത്തേക്കുള്ള ആ ഒരു നോക്കിയാൽ റോഡിനോട് അതേ ഹൈറ്റിൽ പുറത്തുള്ള ആ മരങ്ങളുടെ ലാസ്റ്റ് വാക്കൊക്കെ കാണിട്ട് അവിടുന്ന്. അപ്പോൾ നല്ല ഹൈറ്റിൽ തന്നെ നമ്മൾ പറഞ്ഞ പടിക്കൽ അണ്ടർപാസിലൂടെ ചേളാരി ഭാഗത്തിൻ്റെ ആ ഒരു ഹൈറ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിട്ട് ബിൽഡിങ്ങിൻ്റെ ഒക്കെ മുകൾ ഭാഗം കാണാം. അങ്ങനെ ചേളാരി അണ്ടർപാസിൻ്റെ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചേളാരി അങ്ങാടിയും ഒരു താഴ്ന്ന ഭാഗമായിരുന്നു. പടിക്കലിനേക്കാൾ കൂടുതൽ ഉയരത്തിൽ വന്നൊരു പ്രദേശം കൂടിയാണ്. നമ്മളിതിൻ്റെ വർക്ക് നടക്കുമ്പോൾ ബ്ലോക്കൊക്കെ ഇങ്ങനെ അടിക്കടിക്ക് ഉയർത്തി വെച്ചുകൊണ്ടിരിക്കുന്ന ഏകദേശം 80-85ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിലാണ് ചേളാരി അണ്ടർപാസിൻ്റെ ഇരുവശത്തുമുള്ള റോഡ് ഹൈറ്റ് കൂട്ടി വന്നിട്ടുള്ളത്. ഇവിടെ മെയിൻ റോഡിലേക്കും സർവീസ് റോഡിലേക്കും ഉള്ള വഴി ഈ ഭാഗത്താണ്. രണ്ട് സൈഡിലും നമുക്ക് കാണാം. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചേളാരിയിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ചേളാരി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ള ആ ഒരു വ്യൂ, ആ ഒരു കാഴ്ച നമുക്ക് കാണാം. അപ്പോൾ പ്രേക്ഷകരെ, സുഹൃത്തുക്കൾ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശം തുടങ്ങിയത് VK പടിയിൽ നിന്നാണ്. VK പടി അണ്ടർപാസിൻ്റെ അവിടുന്ന് 8 പാലങ്ങളാണ് വരുന്നത്. അതിൽ 6 അണ്ടർപാസ്, ഒന്ന് വയലിൽ തോടിന് കുറുകെ വരുന്ന പാലം, വെളിമുക്ക് ഓവർപാസ്. അപ്പോൾ ചേളാരി അണ്ടർപാസിൻ്റെ ആ ഒരു വീഡിയോയും കാണിച്ചിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ചേളാരിയുടെ ഇരുവശവും സൈഡ് വാൾ ബ്ലോക്ക് ഉയർത്തി ഇങ്ങനെ ഉയർന്ന് ചേളാരി ജംഗ്ഷൻ ഭാഗത്ത് പരപ്പരങ്ങാടിയൊക്കെ ആ ഭാഗത്തേക്ക് പോകുന്ന അവിടെ നിന്ന് അങ്ങോട്ട് അണ്ടർപാസ്. അപ്പോൾ ആ അണ്ടർപാസ് ഉയർത്തി ഏകദേശം പറഞ്ഞതുപോലെ 10-20ഓളം ബ്ലോക്കിൻ്റെ ഹൈറ്റിൽ വന്നിട്ടുള്ള അവിടെ നിന്ന് അങ്ങോട്ടും. അതുപോലെ തന്നെ ആ അണ്ടർപാസ് കഴിഞ്ഞ് പിന്നീട് വരുന്നത് ഒരു ഓവർപാസ്സാണ്. പാണാമ്പ്ര അണ്ടർപാസത്തിന് മുമ്പായിട്ടൊരു ഓവർപാസ്. അപ്പോൾ നമ്മൾ ഏതായാലും ചേളാരി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് ചേളാരിയുടെ ആ ഒരു അടിഭാഗത്തെ കാഴ്ചകൾ, മുകളിൽ നിന്ന് എത്രത്തോളം ഹൈറ്റിലാണ് ബിൽഡിങ് കാര്യങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്നത്, അതുപോലെ അണ്ടർപാസൊക്കെ എത്ര ഹൈറ്റിലാണ് ഉയർന്നു നിൽക്കുന്നതും എല്ലാം ഞാനിതിൻ്റെ മുകളിൽ നിന്ന് നിങ്ങളെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അങ്ങനെ അണ്ടർപാസിൻ്റെ മുകളിലെത്തി നോക്കികൾ, അണ്ടർപാസിൻ്റെ ഇവിടുന്ന് താഴേക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ
ആ ഒരു ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം. അപ്പോൾ നല്ല ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തും വന്നിട്ടുള്ള മൊത്തത്തിൽ റൗണ്ട് ചെയ്തൊന്ന് നിങ്ങളെ കാണിക്കുകയാണ്. ചേളാരി അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നും ആ മനോഹരമായ 6 വരിപ്പാതയുടെ പണികൾ പൂർത്തീകരിച്ച നല്ല ഉയരത്തിൽ നിന്നുള്ള ആ ഒരു വ്യൂ. ഇനി താഴ് ഭാഗം, ഇതിൻ്റെ മുകളിൽ നിന്നുള്ള താഴേക്കുള്ള ആ ഒരു വീഡിയോ ഉണ്ടോക്കി, ഇതിന് ഹൈറ്റ് നോക്കി. അപ്പോൾ നല്ല ഹൈറ്റിൽ തന്നെയാണ് ചേളാരി അണ്ടർപാസ്. സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞ് ഡ്രെയിനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അടിപൊളി വ്യൂയോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ചേളാരി അണ്ടർപാസിൻ്റെ ഈ ഭാഗം വരെയുള്ള വീഡിയോ. തുടക്കത്തിൽ VK-പടി അവിടുന്ന് തുടങ്ങിയുമുള്ള അരീത്തോട്, വല്യറമ്പ്, തലപ്പാറ, വെളിമുക്ക്, പാലക്കൽ, പടിക്കൽ, ചേളാരി വരെയുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്ത് ബെല്ലൈക്കൺ തന്നെ വിളിക്കുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലൊക്കെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.